ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? എന്തുണ്ട് വിശേഷം? ഞങ്ങളും പുല്ലിച്ചിറ ചർച്ചിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ പോയിട്ടുണ്ടോ അവിടെ? ഞങ്ങളെന്തായാലും പോയായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈം പോവുമല്ല, മൂന്നാമത്തെ തൊട്ടാണ് പോകുന്നത് കേട്ടോ. ഞാൻ മാരേജിന് ശേഷം അവിടെ പോകുന്നത്. അവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് അവിടുത്തെ ഐതിഹ്യം എന്ന് എനിക്ക് പറഞ്ഞുതരാൻ കറക്റ്റ് അറിയില്ല. പക്ഷേ എന്തോ മാതാവിന് താഴ്ത്തിറക്കുന്ന ദിവസമാണെന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് കറക്റ്റ് പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം നമ്മൾ പേപ്പറിൽ എഴുതിയിട്ട് മാതാവിനെ വളരെ നല്ല രീതിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ നേർച്ചപ്പെട്ടിയിലിട്ടാൽ അത് സാധിച്ച് കിട്ടുമെന്നാണ് പറയുന്നത്. എനിക്ക് സാധിച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ നേർച്ചയെന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ പാളയും കയറും ഉപ്പുമാണ്. അപ്പോൾ അത് നമ്മൾ പ്രാർത്ഥിച്ചും കൊണ്ട് അവിടെ വയ്ക്കുമ്പം നമ്മൾ വയ്ക്കും. അങ്ങനെ ഞാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടാ ഇത് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പം ഞാൻ ഇതിന് മുമ്പ് 3 വട്ടം പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്തവണ പോയപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോൾ മോൾ പ്രഗ്നൻ്റ് ആയിരുന്നു. ഇത്തവണ അപ്പോൾ പോയപ്പോൾ എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നുണ്ട്. കൈക്കുഞ്ഞുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. അവിടെ നല്ല ക്യൂവാണ്. അപ്പോൾ അമ്മ ക്യൂവിൽ മക്കളെയും കൊണ്ടുപോയി ക്യൂവിൽ നിന്നു. അപ്പോൾ അവിടെ നല്ല ക്യൂവാണ്. ഒരുപാട് ഈ ക്യൂ ബേക്കിലോട്ടങ്ങ് നീണ്ട് കിടക്കുക. അപ്പോൾ എനിക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങി ഞാൻ വന്ന് അവിടെ ഇരുന്നായിരുന്നു. അമ്മേനെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പം മോന് അവിടെ ഈ മണലൊക്കെ കിടക്കുന്നുണ്ടപ്പം അവനങ്ങ് ഓട്ടം തുടങ്ങി. പിന്നെ ഞാൻ അവൻ്റെ അടുക്കോട്ട് പോയി നിന്ന്. അപ്പോൾ അവൻ താഴെ ഇങ്ങനെ കായലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി കണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി കയറി വന്ന് അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കറങ്ങി. പിന്നെ മണ്ണിലൊക്കെ അവൻ കളിക്കാൻ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അമ്മ എന്തായാലും അങ്ങ് മാതാവിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ അവനെയും വിളിച്ചും കൊണ്ട് എങ്ങനെയെങ്കിലും അമ്മയുടെ അടുക്കോട്ട് ചെന്ന്. അപ്പോൾ ചെന്നപ്പോൾ അമ്മ ആക്ച്വലി മാതാവിനെ തൊഴാറെത്താറായി കേട്ടോ. ഇനി അവിടെ അടുത്ത് തന്നെയാണ് മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് തൊഴുവാനായിട്ട്. നമുക്കിങ്ങനെ തൊട്ട് തൊഴുവാം. അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം സത്യത്തിൽ ഇത് പറഞ്ഞപ്പോൾ എനിക്കിപ്പോഴും ആ പോയ ഒരു നല്ല നമ്മൾ പോയി നമുക്കൊരു വിശ്വാസത്തോടെ നമ്മൾ പോവുക കേട്ടോ. നമുക്കത് സാധിച്ച് കിട്ടുമെന്നൊരു വിശ്വാസത്തോടെ പോയി മാതാവിനെ കണ്ട് പറയുമ്പോഴത്തേക്കും അടുത്ത തവണ പോകണം എന്നൊരു തോന്നൽ. ഇനി അടുത്ത തവണ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അടുത്ത തവണ പോകുമ്പോൾ മാതാവിനോട് പറയാം എന്നൊരു തോന്നൽ വരും കേട്ടോ. അങ്ങനെ നമ്മൾ പോയി അതിനകത്ത് പോയി കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിറങ്ങി. തിരിച്ച് നല്ല ട്രാഫിക് ആയിരിക്കും. ബൈപ്പാസ് റോഡ് കയറി കഴിഞ്ഞാൽ നല്ല ട്രാഫിക് ആയതുകൊണ്ട് നമ്മൾ ഈ ബീച്ച് സൈഡിൽ കൂടെ തിരിച്ച് വന്നേ. അപ്പോൾ നമ്മൾ പരവൂർ ബീച്ച് എത്താറായപ്പോഴത്തേക്കും മക്കളൊക്കെ പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് ബീച്ചിലിറങ്ങാം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെന്താ പരവൂർ സൈഡ് എത്തിയപ്പോഴത്തേക്കും അവിടെ വണ്ടി സൈഡാക്കിയിട്ട് പരവൂർ ബീച്ചിലിറങ്ങിയായിരുന്നു കേട്ടോ. ചെറിയൊരു തൊണ്ടവേദനയുണ്ട്. തൊണ്ടവേദനയല്ല, ഒരു തൊണ്ടയിൽ കിച്ച് അങ്ങനെ ഞങ്ങൾ പരവൂർ ബീച്ചിലിറങ്ങിയായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കളിച്ച് നല്ല രസമായിരുന്നു കേട്ടോ. നല്ല പീസ്ഫുള്ളായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, എന്നാൽ തിരക്കൊട്ടില്ലായിരുന്നു. നമുക്കൊരു പാർട്ടിയോ അങ്ങനെയൊക്കെ നടത്തണമെങ്കിൽ, ഒരു ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നല്ല എൻജോയ് ചെയ്ത് നടത്താൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. നല്ലതായിരുന്നു, നല്ല പീസ്ഫുള്ളായിരുന്നു. വലിയ ക്രൗഡഡോ ഒന്നുമല്ല, നോർമലി നല്ലതായിരുന്നു കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ലൊരു വൈബ് കിട്ടുന്നൊരു സ്പേസ് ആയിരുന്നു. അത് നമുക്ക് ഒന്ന് സമാധാനമായിട്ടൊരു മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് പോയിരിക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. കാശിനെ ചേട്ടൻ എടുത്തുകൊണ്ട് പോകുമായിരുന്നു കേട്ടോ. അവന് ഭയങ്കര പേടിയാണ്. അവന് ഇഷ്ടമാണ്, അവന് ബീച്ചിൽ പോകണമെന്ന് പറയും. പക്ഷേ അവന് അങ്ങോട്ട് വെള്ളത്തിലോട്ട് ചെല്ലാൻ പേടിയാണ്. അവനിങ്ങനെ ആ കരയിലിരുന്ന് മണലിലൊക്കെ കളിക്കാനാണ് ഇഷ്ടം. കാരണം അവൻ പറയും അവിടെ ഷാർക്കുണ്ടെന്നാണ് പറയാറ്. അതുകൊണ്ട് അവന് പേടിയാണ്. ഇതിപ്പോൾ ഞാൻ രണ്ടാമത് ചെന്നിട്ട് അവൻ പിണങ്ങി നിൽക്കുക. അവന് കാറിൽ പോയിരിക്കണം, അവൻ വരുന്നില്ല എന്നും പറഞ്ഞ് പിണങ്ങി നിൽക്കുക. അങ്ങനെ ഞാൻ ചെന്ന് വിളിച്ചപ്പോൾ അവൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ആൾക്ക് വെളിയിൽ നിന്ന് കളിക്കാൻ ഇഷ്ടം, പക്ഷേ അടുത്തോട്ട് പോകാൻ ആൾക്ക് ഭയങ്കര പേടിയാണ്. കാരണം അവൻ പറയും ഇവിടെ ഷാർക്കുണ്ടെന്ന്. പിന്നെയും ചേട്ടാ എടുത്തുകൊണ്ട് പോയി അവൻ കിടന്ന് അവിടെ പെടുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അവസാനം അമ്മ പറഞ്ഞു, മോന് പനി വരും, പേടിച്ചിട്ട് അവനെ ഇനി കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ഇനി കൊണ്ടുവരിക ചെയ്തേ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ കണ്ണകിനെയും കൊണ്ടൊക്കെ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇതൊക്കെ കാണിക്കാം. അവൾ ഇച്ചിരി ഒന്ന് നിർബന്ധം തുടങ്ങി, കാറ്റൊക്കെ അടിച്ചപ്പോഴേ. അങ്ങനെ അവളൊന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് കറങ്ങി കാണിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ നല്ല രീതിയിൽ കളിച്ച് എന്നിട്ട് നമ്മൾ പിന്നെന്താ ഞാൻ പറഞ്ഞില്ലേ സുരേഷണ്ണൻ, ഇതാണ് കേട്ടോ നമ്മളെ സുരേഷണ്ണൻ. ആക്ച്വലി ചേട്ടായുടെ ഫ്രണ്ടാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ബ്രദറിനെ പോലെ. അവിടെ വന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ആളിനെ വിളിച്ചു കഴിഞ്ഞാൽ ആൾ ആ ഒരു ട്രിപ്പ് നല്ല കളറാക്കി തരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി. പിന്നെ തിരിച്ച് വരാൻ നേരത്ത് ഗംഗയ്ക്കും ഗണേശനും ക്രിസ്മസിന് സ്കൂളിലിടാനായിട്ട് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ കയറി അമ്മയും ഞാനും കയറി. അമ്മ അങ്ങ് നോക്കി നിന്ന് അവസാനം ഞാൻ തളർന്ന് അവിടെ ഇരിപ്പായി. പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ ആ സ്റ്റാറൊക്കെ നോക്കിക്കൊണ്ട് നിന്ന് അമ്മ അവിടെ വേറെ എന്തോ എടുക്കാനായിട്ട് കയറി. അപ്പോൾ അവിടെ ഇങ്ങനെ സ്റ്റാറൊക്കെ ഇട്ടേക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അതൊക്കെ നോക്കി ഇങ്ങനെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ നോക്കി നിന്ന് അങ്ങനെ ഗംഗ അമ്മയായിട്ട് ഉടക്കി നിൽക്കുമായിരുന്നു. അവൾക്ക് അവിടെ ഡ്രസ്സ് എടുക്കാൻ കയറിയപ്പോൾ അവിടെ നിന്ന് റിങ് വേണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ റിങ്ങൊക്കെ എടുക്കാൻ നിന്നാൽ ഫാൻസിയിൽ ബില്ലടിക്കാൻ ഒരുപാട് ലേറ്റാവും എന്ന് പറഞ്ഞാൽ അമ്മ എടുത്തു കൊടുത്തില്ല. അമ്മ വേറെ മേടിച്ചിരാന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര വിഷമത്തിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരാൻ നേരത്ത് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ രാജകുമാരിയിൽ കല്ലമ്പലം എത്തിയപ്പോൾ രാജകുമാരി കയറി കേട്ടോ.
ഈ കല്ലമ്പലത്തെ രാജകുമാരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ മന്തി നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എന്താണ് അവരുടെ ആ മന്തിയുടെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആ ഒരു മസാല നല്ല ഫ്ലേവറാണ് കേട്ടോ. നല്ല ആ റൈസ് മാത്രമായിട്ട് നമുക്ക് ഈ ചിക്കൻ ഇല്ലാതെ ആ റൈസ് മാത്രമായിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വരാൻ ഇച്ചിരി ഒന്ന് വൈകിയായിരുന്നു. അപ്പോൾ ഗംഗയും ഗണേശനും കാശിയൊക്കെ ഇച്ചിരി ഒന്ന് ഗംഗയും ഗണേശനും ശരിക്കും അങ്ങ് വിഷമിച്ച് കേട്ടോ. കാരണം ആളവർക്ക് ഉറക്കമൊക്കെ വന്നു തുടങ്ങി. കാശി പിന്നെ കുഴപ്പമില്ലായിരുന്നു അങ്ങ് ഇരുന്ന്. അങ്ങനെ ഇച്ചിരി ഒന്ന് വൈകിയെങ്കിലും വന്നതാ സൂപ്പർ ടേസ്റ്റുള്ള സൂപ്പർ മന്തിയായിരുന്നു കേട്ടോ. വൈകി വന്നാലും രുചികരമായ മന്തിയാണ് വന്നത്. അങ്ങനെ മന്തി എത്തിയപ്പോഴത്തേക്കും എല്ലാവർക്കും സന്തോഷമായി. ഗംഗയും ഗണേശനൊക്കെ നല്ല ആക്റ്റീവായി, കാശിയൊക്കെ ഓക്കെ ആയി. ശേഷം ഞങ്ങളെല്ലാവരുടെ ഇരുന്ന് മന്തി കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ആ റൈസിന് എന്തോ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ കാശി പറഞ്ഞു കാശിക്ക് സെപ്പറേറ്റ് വേണം, കാശിയുടെ പ്ലേറ്റ് ഇത്താ, കാശിയുടെ പ്ലേറ്റ് കാശി ഒറ്റയ്ക്ക് കഴിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് കഴിക്കാൻ അറിയില്ല, കാരണം അവൻ കഴിക്കാനിരുന്ന അവൻ കഴിക്കത്തില്ല, മൊത്തം വാരി ഇടുകയും ചെയ്യും. ആ കടാവ് മയോണൈസും ഒക്കെ ആയിട്ട് ചേർത്ത് കഴിക്കാനുണ്ടല്ലോ എന്തൊരു രുചിയായിരുന്നെന്നാ. എന്നാൽ അത് ഇപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്കങ്ങോട്ട് കൊതിയാവുക. അങ്ങനെ അതൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി.